ഞങ്ങളങ്ങനെ വെളിയിലൊന്നും പോയിട്ടില്ല, അവിടെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദനും ആദിവാസികളുടെ ഒരു പക്ഷം ചേർന്നാണ് എല്ലാം പറഞ്ഞത്. പക്ഷെ പിന്നീട് അവരധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല. അതാണ് പ്രശ്നം. മാധ്യമങ്ങളതിനെ ഒരു സെൻസിറ്റൈസ് അല്ല, സെൻസേഷണൽ സ്റ്റോറി ചെയ്യുന്നൊരു രീതിയാണ് അവർ സ്വീകരിച്ചത്. അല്ല, അതിൻ്റെ സത്യാവസ്ഥയൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. കുടിയേറ്റ സമരം നടക്കുന്ന സമയത്തുള്ള പത്രങ്ങളിലെടുത്തിരുന്നെങ്കിൽ മൊത്തം ഒന്ന് സർവേ ചെയ്ത് നോക്കിയാരാണ്. ചെറു വാർത്തകളൊക്കെ ഉണ്ടാവും. അജ്ഞാത രോഗമല്ല, പെട്ടെന്ന് മരിക്കുന്നൊന്നുമില്ല. ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന അജ്ഞാതമായ കാരണം കൊണ്ട് മരിക്കുന്നു. മന്ത്രി പറഞ്ഞത് മലിനജലം കുടിച്ചും കള്ളു കുടിച്ചിട്ടാണ് ഇവർ മരിക്കുന്നത്. വളരെ മോശപ്പെട്ടുണ്ടായിരുന്നു. വെടിവെക്കാൻ തീരുമാനിക്കുമ്പം പുള്ളി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ, അപ്പോൾ പുള്ളിക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഒരാൾ ഒരു പൊളിറ്റിക്കൽ ബീയിങ്ങായി മാറുന്നത് വലിയ കുറ്റകൃത്യമൊന്നുമല്ല, നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 150ഓളം പേരുടെ പേരിൽ കേസാണ്. കുറേയധികം പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസിലും കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്.